ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിബൂസ് വേൾഡ്. നിബൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പെരുന്നാളിൻ്റെ രണ്ടാം പെരുന്നാളിൻ്റെ ദിവസമാണ് കേട്ടോ. ഒന്നാം പെരുന്നാൾക്ക് എനിക്കൊരു മൂഡുണ്ടായിരുന്നില്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ഉമ്മാൻ്റെ വീട്ടിലാണ് നിന്നിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഉമ്മമാനോടേനു കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ കൂടുതൽ നോക്കിനോ എന്താക്കിനൊക്കെ ഉമ്മമ്മേനു കേട്ടോ. അപ്പോൾ ഉമ്മമ്മ മരിച്ചിട്ട് ഒരു വർഷം ആവണുള്ളൂ. അപ്പോൾ ഉമ്മമ്മ ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഗ്രൂപ്പ് തുറന്നപ്പോൾ അമ്മോനും കുട്ടികളൊക്കെ ഉമ്മമാൻ്റെ കബറിങ്ങ് പോയ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ആകെ മൂഡ് ഓഫായി. കാരണം ഉമ്മമ്മ ഇല്ലാത്ത ആദ്യത്തെ ഒരു പെരുന്നാളാണ്. ഇങ്ങനെയുള്ള എല്ലാ സന്തോഷ ദിവസങ്ങളിലൊക്കെ ഇത്രയും കാലം ഞങ്ങളെ കൂടെ ഉമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരിത്. പിന്നെ വൈകുന്നേരം അന്ന് പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി ഇക്കാൻ്റെ ഉമ്മാൻ്റെ കബറിങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇല്ലാത്തൊരു ഇത് നമുക്ക് സങ്കടം തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ഫസ്റ്റ് പെരുന്നാൾ. ഇത് രണ്ടാമത്തെ പെരുന്നാൾക്കാണ് ഞങ്ങൾ കാക്കൂൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ. എനിക്ക് മണ്ണാർക്കാട് ഒരു ബ്രദറുണ്ട്, അവരെ വീട്ടിലേക്ക് പോവുകയാണ്. സാധാരണ ഞങ്ങൾ പോകുന്ന സമയത്ത് അനിയത്തി ഹസ്ബൻഡും കുട്ടികളൊക്കെ ഉണ്ടായാലുണ്ട് കേട്ടോ. ഇപ്രാവശ്യം അവരില്ല. അപ്പോൾ ഫൈനലി നമ്മളിതാ ബ്രദറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിബൂസൊക്കെ വണ്ടി നല്ല ഉറക്കിയേനു. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എണീറ്റിട്ടുണ്ട്. പിന്നെ നിബൂസ് വന്ന പാടെ വണ്ടിമേലാണ് കേട്ടോ. ഇവിടുത്തെ ടോയ്സുമേലാണ് ഓൻ്റെ പരിപാടികളൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ഇപ്പോൾ നിത്തുവിന് കളിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കാക്കൂന് രണ്ട് കുട്ടികൾ, ഇഫമോളും ഇഷമോളും. അപ്പോൾ നിബൂസ് മോലൊക്കെ അവിടെ ഇരുന്ന് കണ്ട് കളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിന്നു. കാക്കൂന് ഒരു കുട്ടി കൂടെ ഉണ്ട് കേട്ടോ, മോനാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നാത്തൂന് അടിപൊളി മന്തി ബീഫൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും ഇഷ്ടമില്ല. മന്തി, കബ്സ അങ്ങനെയൊന്നും ഇഷ്ടമില്ല. ബിരിയാണി നെയ്ച്ചോറൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് വേറെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയേനു. അതൊക്കെ കഴിച്ചു. പിന്നെ കാക്കും അവരൊക്കെ ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങളൊരു സിസ്റ്ററും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുകയാണ്. വേറെ ടൂറ് പ്ലാൻ ചെയ്യാം കേട്ടോ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അവർ വിളിക്കുകയാണ്. പിന്നെ പുറത്ത് നല്ല ചൂട്ടതുകൊണ്ട് കുട്ടികളെ കേസൊക്കെ ഇട്ട് റൂമിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിബൂസിന് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാക്കു ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല മാങ്ങയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഇക്കാക്ക് പിന്നെ അങ്ങനെയൊക്കെ കേട്ടാൽ പിന്നെ അയിമക്കായിരിക്കും പിന്നെയുള്ള ഇതട്ടോ. അപ്പോൾ ഇക്ക മാങ്ങ ഇറക്കാൻ വേണ്ടി കണ്ട് പോയി. നിബൂസിന് ഇങ്ങനെയുള്ള ജീവികളൊക്കെ കാണുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഉത്സാഹമാണ്. പക്ഷേ അടുത്തേക്ക് വന്നപ്പോൾ ഓന് ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ കുട്ടികളും മിക്കയും എല്ലാവരും കൂടെ കൂടിക്കണ്ട് മാങ്ങ അറുക്കണം, ചാക്കിലാക്കണം. ഇവിടെ പലവിധ 2-3 വിധം മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് അച്ചാറിടാനും ഉപ്പിലിടാനൊക്കെ ഉള്ള മാങ്ങയൊക്കെ ഞങ്ങൾ കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക. അപ്പോൾ നിബൂസ് പുറത്ത് ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് മണ്ണക്ക്. അപ്പോൾ നാത്തൂന് വിരിഞ്ഞ പുതിയ കോഴിക്കുട്ടിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിബൂസിന് കളിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടിട്ടില്ല ഓൻ അകത്തിരിക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഓനടുത്തേക്ക് എത്തിയപ്പോൾ ഓന് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ നിബൂസിനേക്കാളും ചെറിയ കുട്ടീനും നീനും പിന്നെ ഓളായി കേട്ടോ കോഴിക്കുട്ടിനെയും കൊണ്ട് കളിക്കണത്. പിന്നെ അതിനെ കൂട്ടുകിടാൻ പറഞ്ഞിട്ട് ഓലൊന്നും കേൾക്കണുണ്ടായില്ല. പിന്നെ കോഴിക്കുട്ടിനെ കൊണ്ട് നല്ല കളിയേനു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും കൂടെ കൂടി ചായയൊക്കെ കുടിച്ചു. ഇങ്ങനെ എല്ലാവരും ബ്രദറും സിസ്റ്ററും ഇങ്ങനെ നാത്തൂമാരും അളിയന്മാരും എല്ലാവരും കൂടെ കൂടിക്കാണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക, ചായ കുടിക്കുക, ഫുഡ് കഴിക്കുക. അതൊക്കെ ഒരു വൈബാണല്ലോ അല്ലേ. ഇതൊക്കെ നമുക്ക് പിന്നീട് ഇങ്ങനെ കാണുമ്പോൾ ഓർത്ത് വെക്കുമ്പോഴൊക്കെ ഇത് നല്ല രസമായിരിക്കും. അപ്പോൾ നിബൂസിന് ഇതൊക്കെയാണ് പണി. അല്ലെങ്കിൽ കോണി കയറി പോവുക, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ഇവരെ പിടിക്കാനിങ്ങനെ നോക്കി നിൽക്കണം. പിന്നെ താത്തമാരെ പാത്രത്തിലൊക്കെ കൈയിട്ട് വാരുണ്ട്. എല്ലാ ഫുഡും അവന് വേണം, പക്ഷെ ഒന്നും കഴിക്കൂല. ഒക്കെ പാത്രത്തിൽ നിന്ന് വാരി എറിയിക്കരം. അങ്ങനെയുള്ളൊരു സ്വഭാവം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഇനി ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവാൻ. ഇക്കാൻ്റെ വീട്ടിലവിടെ എല്ലാവരും ടൂറ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഊട്ടിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഊട്ടിക്ക് പോയതുകൊണ്ട്
പോകാനൊരു താല്പര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു സ്ഥലം മാറ്റിട്ടോ. പിന്നെ ഞങ്ങൾ കർണാടക കൊടുകക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വണ്ടിയിൽ കയറിയ പാടെ തന്നെ നിബൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നല്ല കളിയായതുകൊണ്ട് പിന്നെ ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ നിബൂസ് ഇതാ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകണത്. വീട്ടിലേക്ക് പോയിട്ട് സാധനമൊക്കെ എടുത്തിട്ട് വേണം ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അടുത്ത ടൂറിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.